വടകരയിൽ MTMAയുമായി പിടിയിലായ അധ്യാപികമാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അറസ്റ്റിലായ കാവ്യയെയും ദിവ്യയെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യുക. നാളെ വൈകിട്ട് വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അധ്യാപികമാരുടെ ഇടത് സംഘടനാ ബന്ധം ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. സംഘടനാ ബന്ധം ലഹരി ഇടപാടിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തും. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഏറ്റവും നിർണായകമായ നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. അതായത് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ചില നിർണായക ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഇരുവരിൽ നിന്നും ഒരുമിച്ച് ചോദിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ്. എപ്പോഴാകും ചോദ്യം ചെയ്യലൊപ്പം ഇടത് സംഘടനയുമായി ഈ ലഹരിക്കടത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന രീതിയിൽ കൂടി അന്വേഷണം നീങ്ങുമ്പോൾ എങ്ങനെയാണ് CPM ഇതിനെ പ്രതിരോധിക്കുക? ഇടത് സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപികമാരായിട്ടുള്ള കാവ്യ, കീർത്തന, ഈ രണ്ട് അധ്യാപകരുമാണ് ഈ MDMA കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയാണ് പോലീസ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം നൽകിയത്. ഇതിന്റെ ഭാഗമായാണ് കോടതി നാളെ ഉച്ചവരെ ഈ കാവ്യയെയും കീർത്തനയെയും കസ്റ്റഡിയിൽ വിട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാനുണ്ട്. ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് കാവ്യയും കീർത്തനയും സുഹൃത്തുക്കളാണ്. ഇരുവരും എങ്ങനെയാണ് ഈ MDMA ഇടപാടിലേക്ക് എത്തിയത്? ഇതാണ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരുമിച്ച് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ അറസ്റ്റിലായിരുന്ന ഈ കീർത്തനയിലൂടെയാണ് പിന്നീട് കാവ്യയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ കാവ്യ പറഞ്ഞിരിക്കുന്നത്, ഈ കീർത്തന പറയുന്നത് വിശ്വസിക്കരുത്, താൻ ഈ കേസിൽ പ്രതിയല്ല, തന്നെ പെടുത്തിയതാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പോലീസ് അത് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഈ അധ്യാപകമാരെ പെടുത്തിയത് ഈ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ഷിബു എന്ന് പറയുന്ന കേസിലെ മുഖ്യ പ്രതിയാണ് ഈ ഷിൻഡോ. ഇയാളാണ് ഈ കേസിലേക്ക് ഈ അധ്യാപികമാരെ അടക്കം പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇതുവരെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ മുഖ്യപ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ അധ്യാപികമാർക്ക് അതിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം ഇതുവരെ കടന്നിട്ടില്ല. കേസിലെ മുഖ്യ കണ്ണുകളിലേക്ക് അന്വേഷണം ഇതുവരെ കടന്നിട്ടില്ല. പിടിയിൽ അറസ്റ്റിലായിരിക്കുന്ന ഈ രണ്ടാം അധ്യാപകമാരിൽ തന്നെ ഈ അന്വേഷണം നിൽക്കുന്നു എന്നുള്ളതും ഒരു വലിയ പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ കാവ്യയും അതുപോലെ കീർത്തനയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ എവിടെ നിന്നാണ് ഈ MDMA അല്ലെങ്കിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ടത് എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തത നൽകിയിരുന്നില്ല. പിന്നീടുള്ള ചോദ്യം ചെയ്യലിനാണ് കുറച്ചധികം കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത്. ഈ MDMA വാങ്ങുന്ന ആളുകൾ ഈ കാവ്യയുടെയും കീർത്തനയുടെയും അക്കൗണ്ടിലേക്ക് ഈ പണം അയക്കുന്നു. ഈ പണം അയച്ചതിന് ശേഷം ഇവർ ഈ ലഹരി സംഘം നൽകുന്ന ലൊക്കേഷൻ ഇവർക്ക് സെൻഡ് ചെയ്തു കൊടുക്കുന്നു. ഇതായിരുന്നു ഇവർ ചെയ്തിരുന്ന പ്രവർത്തനം. എന്തായാലും ഈ കേസിൽ നാളെ ഇവരെ ചോദ്യം ചെയ്യും. നാളെ വൈകുന്നേരം വിവരങ്ങൾ വ്യക്തമാണ്. കേരളം ഞെട്ടിയ ലഹരിക്കടത്ത് കേസായിരുന്നു. ഈ അധ്യാപികമാർ തന്നെ ലഹരിക്കടത്ത് സംഘത്തിന്റെ വാഹകരായി മാറി എന്നുള്ളത്. അപ്പോൾ അതിൽ ഇടത് സംഘടനകളുടെ ബന്ധം അന്വേഷണ വിധേയമാക്കും. ഒപ്പം ഇരുവരെയും, രണ്ട് അധ്യാപികമാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. നിർണായക ഘട്ടത്തിലേക്ക് ഈ കേസ് നീങ്ങുന്നു.